ശ്രീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നല്ലൊരു ലെമൺ റൈസിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു ലെമൺ റൈസാണ്. അതുപോലെ തന്നെ അവർക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഒരു ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പകരമായിട്ട് നെയ്യ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി എണ്ണയൊന്ന് ചൂടായി വന്നാൽ നമുക്കതിലേക്ക് 2 സ്പൂൺ ഉഴുന്നുപരിപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 1 സ്പൂൺ തുമരപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ തുമരപ്പരിപ്പിന് പകരമായിട്ട് വേണമെങ്കിൽ നമുക്ക് പൊരിക്കടല ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഉഴുന്നും തുമരപ്പരിപ്പും കൂടെ ഒന്ന് റോസ്റ്റായി വരണം. അതിലേക്ക് നമുക്ക് കുറച്ച് കപ്പലണ്ടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പച്ച കപ്പലണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത കപ്പലണ്ടിയും ഉഴുന്നും തുമരപ്പരിപ്പും എല്ലാം കൂടി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അതിനിടയ്ക്കായിട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പൊക്കെ തികച്ചും ഓപ്ഷനിലാണ്. ഇതൊന്നും ഇല്ലാതെ നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാം. കപ്പലണ്ടിയും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഉഴുന്നുപരിപ്പും തുമരപ്പരിപ്പും ഒക്കെ അത്യാവശ്യം ചേർത്ത് കൊടുക്കണം കേട്ടോ. അതൊക്കെയാണ് ഈ ഒരു റൈസിന് ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ചേർക്കാനുള്ളത് ഇതിലേക്ക് കുറച്ച് വറ്റൽമുളകാണ്. 1-2 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പച്ചമുളകും കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ടതായതുകൊണ്ട് പച്ചമുളക് ഇടുന്നില്ല. ഇനി അതോടൊപ്പം തന്നെ ഒരു ചെറിയ സവാള ചെറുതായി ഒന്ന് ഞുറുക്കിയെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഒരുപാട് വലുതായിട്ട് അരിഞ്ഞിടരുത്, ചെറുതായിട്ട് വേണം അരിയാൻ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി അതോടൊപ്പം തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കായമാണ്. എൻ്റെ കയ്യിലിപ്പം പൊടിക്കായ ഇല്ലാത്തതുകൊണ്ട് തന്നെ കട്ടക്കായം ഒന്ന് വറുത്തെടുത്തിട്ട് പൊടിച്ചെടുത്തതാണ് ഇട്ട് കൊടുത്തത്. അതോടൊപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ 2 ഐറ്റം മാത്രം നമ്മൾ മസാലകളായിട്ട് ഇതിലേക്ക് ഇടുന്നുള്ളൂ കേട്ടോ. അല്ലാതെ ഒരു ഫ്ലേവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു കായത്തിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഈ ചോറിന് മുന്നിൽ നിൽക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മൂത്ത് വരട്ടെ. അതുവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി എണ്ണയിൽ കിടന്നൊന്ന് വഴന്ന് വന്നാൽ നമുക്കിതിലേക്ക് ചോറിട്ട് കൊടുക്കാം. ചോറ് ഞാനിവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറാണ്. നേരത്തെ തന്നെ മസാലകളൊന്നും ചേർക്കാതെ തന്നെ വെറുതെ ഉപ്പിട്ട് വേവിച്ചെടുത്ത ചോറാണ്. നമുക്കിതിലേക്ക് ഏത് റൈസ് വേണമെങ്കിലും ഉപയോഗിക്കാം. ബസുമതി റൈസോ ഇനി പച്ചരി വേണമെങ്കിലും ഉപയോഗിക്കാം. അതുപോലെ തന്നെ പൊന്നിയരി, അങ്ങനെയുള്ള ഏത് റൈസ് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം. രാത്രിയിൽ തന്നെ ചോറൊന്ന് വേവിച്ച് വെച്ചാൽ രാവിലെ നമുക്ക് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സായിട്ട് തയ്യാറാക്കി കൊടുക്കാൻ എളുപ്പമാണ്. ഇതിൻ്റെ കൂടെ വലിയതായിട്ട് കറികളൊന്നും ആവശ്യമില്ല. കുറച്ച് തൈരോ അതല്ലെങ്കിൽ നാരങ്ങ അച്ചാറോ മാങ്ങ അച്ചാറോ പിന്നെ അതുമല്ലെങ്കിൽ മോര് കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സൈഡ് ഡിഷായിട്ട് കൊടുത്തു വിട്ടാൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഈ ഒരു ചോറിൻ്റെ കൂടെ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അവസാനമായിട്ട് കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നാരങ്ങ ഫുള്ളായിട്ടും അതിൻ്റെ ആ അരി അങ്ങ് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ലെമൺ റൈസ് റെഡി ആയിട്ടുണ്ട്.